വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവരും കമൻറ്റ് 2 ദിവസം കൊണ്ട് കമൻറ്റ് ചോദിക്കുന്നതാണ് നമ്മുടെ ഗ്രാഫിക്സ് ഫയൽ, നമ്മളെ ഗെയിം ഫയലും പിന്നെ എ പി കെയും ചോദിച്ചിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന എ പി കെയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചോദിച്ചേക്കുന്ന ആൾക്കാരെ കമൻറ്റ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ പറ്റും ഗൈസ്. പിന്നെ നമ്മൾ അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ പേര് KDRPയുടെ ഒരു ആപ്പാണ്, ഡൂലെക്സ് എന്ന് പറഞ്ഞ ആപ്പാണ്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊരു അലയൻസ് ആമിൻ്റെ സെയിം സാധനമാണ്. അപ്പോൾ ആപ്പിനകത്ത് ഇതിന് ഒരു വാണിംഗ് തരാണ്. നമ്മൾ ഈ പറഞ്ഞ കേൾക്കാതെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ഫുള്ളും ബ്ലാക്ക് സ്ക്രീൻ വരാൻ ഇഷ്യൂ ഉണ്ട്. ഉണ്ട്, അതുകൊണ്ട് ഒരു പാസ്വേഡ് ഉണ്ട്, ഫയൽ ഓപ്പൺ ആവില്ല. അപ്പോൾ പറയണ ഫുള്ള് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇൻസ്റ്റാൾ ചെയ്യാൻ. കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ അഡ്വാൻറ്റേജും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ ചുമ്മാ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യരുത്. ഓക്കെ ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ ഈ ഫയലിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നമുക്കിത് നമ്മുടെ സ്ട്രീമിങ്ങിനൊക്കെ സപ്പോർട്ട് ആവുന്ന സംഭവം വെച്ചാൽ യൂട്യൂബേഴ്സ് ആണെങ്കിൽ അവർക്ക് സ്ട്രീം ചെയ്യാം കാര്യം മനസ്സിലാക്കണം. മറ്റേ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുമ്പോൾ നമ്മുടെ വോയിസ് കേൾക്കുന്ന സെറ്റപ്പാണ് നമ്മൾ വെച്ചേക്കുന്നത്, ഈ സാമ്പിൾ ചെയ്തേക്കുന്നത്. അപ്പം വോയിസ് വിളി കേൾക്കുന്ന സാധനമാണിത്. അപ്പോൾ അങ്ങനെ സ്ട്രീമേഴ്സിന് ബെനിഫിറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഓട്ടോ ബാക്ക് വരുന്ന സാമ്പിളിന് ഈ സാമ്പിൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സാമ്പിൾ ഏകദേശം ഒരു 45 അല്ല നമ്മൾ 60 ഒരു 50 ഒരു 3/4 മണിക്കൂർ നമുക്ക് ഓട്ടോ ബാക്ക് ഇല്ലാതെ കളിക്കാം ഗൈസ്. കാരണം എപ്പോഴും കളിക്കുന്നതാണ് ഓട്ടോ ബാക്ക്. നിങ്ങൾക്ക് ലൈവ് കാണാൻ മനസ്സിലാവും ഓട്ടോ ബാക്ക് ഇല്ലാതെ കളിക്കുന്നത്. കാരണം ലൈവിൽ നമ്മൾ ചെയ്യുമ്പോൾ നെറ്റ് 2 പേര് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇത് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ലൈവ് സ്ട്രീമിങ്ങിൻ്റെ സംഭവം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 2 പേര് ഉപയോഗിച്ചിട്ട് നമുക്ക് എനിക്കൊരു ഓട്ടോ ബാക്ക് വന്നിട്ടില്ലെന്ന് വന്നിട്ടുണ്ട് ഗൈസ്. ഒരു 3/4 മണിക്കൂർ, ഒരു മണിക്കൂർ മാക്സിമം പോകും ഗൈസ്. 1 മണിക്കൂർ മാക്സിമം പോകും. അതാണ് ഓട്ടോ ബാക്ക് വരുന്നത്. ഓട്ടോ ബാക്ക് അത്രേ വരുന്നുള്ളൂ. പിന്നെ ഗ്രാഫിക്സ് ഫയൽ ഫുള്ള് സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ക്ലിയോ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ഇത് NGRPയിലുള്ളവർക്ക് ഈ സാമ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല, NGRP പ്ലേസ്. കാരണം അവിടെ വന്നിട്ട് ഈ അലയൻസ് സാമ്പ് അലോഡല്ല. ഈ ഒറ്റ ഡിസഡ്വാൻറ്റേജ് മാത്രമേ ഉള്ളൂ ഈ സാമ്പിൽ. പിന്നെ ഇപ്പോൾ KDRPയുടെ സെർവർ ഡൗൺ ആണ് ഫുൾ. അതാണ് തന്നെ അവർ ഈ സാമ്പിൻ്റെ ഡെവലപ്പിംഗ് ഒക്കെ ഇപ്പോൾ നിർത്തി വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇടയ്ക്ക് ബഗ് വരാൻ ചാൻസ് ഉണ്ട്. ഇതൊന്നും ബഗ് വന്നിട്ടില്ല, ഇടയ്ക്ക് ബഗ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്ത ഗ്രാഫിക്സ് ഫയലിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്സ് ഫയൽ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ PC ലെവൽ ഗ്രാഫിക്സ് ആണ്. കണ്ടാൽ മനസ്സിലായി, PC ലെവൽ ഗ്രാഫിക്സ് മൂവ്മെൻറ്റ് അങ്ങനത്തെ മൂവ്മെൻറ്റൊക്കെയാണ്. അപ്പോൾ ഈ ഫയലിൽ എനിക്ക് തോന്നുന്ന ചില സിയോ മോഡ്സൊക്കെ കൊണ്ടിച്ച് ഇടയ്ക്കൊരു കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു. നമ്മുടെ റണ്ണിങ്ങിൻ്റെ ഇതില്ലേ ഗൈസ്, നമ്മൾ റൺ ചെയ്യുന്നത് CJ റണ്ണിങ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇല്ലീഗൽ ക്ലിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ NGRPയിൽ കിട്ടാൻ ഇതാണ്. അപ്പോൾ അതാണ് ഇഷ്യൂകൾ, അല്ലാതെ വേറൊരു ഇഷ്യൂ ഇല്ല ഗൈസ്. ഇപ്പോൾ ഇതിൽ നല്ല സ്കിൻ മോഡുണ്ട്, അതുപോലെ കാറിൻ്റെ ഒക്കെ മോഡുകളുണ്ട് ഇതിനകത്ത്, എല്ലാ മോഡുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യണം എങ്ങനെയാണെന്ന് കാണാം ഗൈസ്. അപ്പോൾ നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്ത് തരുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ സൈഡിൽ 3 ഡോട്ടുണ്ട് ഗൈസ്. 3 ഡോട്ടിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സാമ്പ് APK പ്ലസ് ഗ്രാഫിക്സ് ഫയൽ എന്നുള്ള സംഭവമുണ്ട്, അതിലെടുക്കുക. അപ്പോൾ അതെടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും, സാമ്പ് APK പ്ലസ് ഗ്രാഫിക്സ് ഫയൽ എന്ന് പറയും. ഇത് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാമ്പ് APK. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഡ്രൈവ് ലിങ്കാണ്, ഗൂഗിൾ ഡ്രൈവ് ലിങ്കാണ്. അപ്പം നിങ്ങൾക്ക് VPN ഒന്നും ആവശ്യമില്ല. ഇതിന് സൈസ് വരുന്നത് 1.9 GB, എല്ലാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെബിൻ്റെ സിപ്പ് ഫയലിൻ്റെ പാസ്വേഡ് ഉണ്ട്, സബ്സ്ക്രൈബർ എന്ന് പറയുന്ന പാസ്വേഡ് ഇവിടെ എഴുതിയിട്ടുണ്ട്. അതാണ് പാസ്വേഡ്. അതൊന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ താഴെ ഗ്രാഫിക്സ് ഫയലും കാണും. ഇതാണ് ഞാൻ ഉപയോഗിക്കും ഗ്രാഫിക്സ് ഫയൽ. ഇത് വന്നിട്ട് 700 MB ആണ് സൈസ് വരുന്നത്. ഇത് മീഡിയ ഫയൽ ലിങ്കാണ്. അതുകൊണ്ട് നിങ്ങൾ ലിങ്ക് വർക്കാവാത്തവരാണെങ്കിൽ VPN യൂസ് ചെയ്യണം കേട്ടോ. VPN യൂസ് ചെയ്താൽ വർക്കാവും. അപ്പോൾ ഇത് 2 ഡൗൺലോഡ് ചെയ്യുക വൈസ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഇൻട്രോ വെച്ചാൽ നമുക്ക് സാം ഗെയിമേഴ്സ് APK എന്നൊരു ഫോൾഡർ വരും. ആ ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ 3 ഫയലാണ് കാണുന്നത്. ഒന്ന് ലോഗോയാണ്, അതൊക്കെ ഒന്ന് ലോഗോയാണ്, ഒന്ന് താഴത്തത് ബേസ് APK എന്ന് പറഞ്ഞതാണ് നമ്മുടെ ആപ്പിൻ്റെത്. അപ്പോൾ ആപ്പ് തൊട്ടിട്ട് ഇൻസ്റ്റാൾ നമുക്ക് തൊടുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇൻസ്റ്റാൾ സംഭവമുണ്ട്. ആ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മുകളിലെ ഫോൾഡറില്ലേ ഗൈസ്, ROS എന്ന ഫോൾഡറിന് ഹോൾഡ് ചെയ്ത് കോപ്പി ചെയ്തിട്ട് നമ്മൾ ഡേറ്റ ഇവിടെ ഡിവൈസ് ആൻഡ്രോയിഡ് ഡേറ്റയെ കൊണ്ട് പേസ്റ്റ് ആക്കുക. ഇത്ര ചെയ്താൽ പേസ്റ്റ് ആക്കിയാൽ മാത്രം മതി. പിന്നെ നമ്മുടെ ആൻഡ്രോയിഡ് 14 മേഖലകൾക്ക് പേസ്റ്റ് ആക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഷിക്കാക്കോ എന്നൊരു ആപ്പുണ്ട്. ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് ഫിക്സായി കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഷിക്കാക്കോ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു കമൻറ്റ് ചെയ്താൽ
ചെയ്തു തരുന്നതാണ് ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ട്യൂട്ടോറിയൽ. പിന്നെ ഗ്രാഫിക്സ് മോഡ് നിങ്ങൾക്ക് സെയിം മെത്തേഡാണ് ആഡ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഫയൽ ആഡ് ചെയ്ത് കോപ്പി ചെയ്യുക, ആൻഡ്രോയിഡ് ഡേറ്റയെ കൊണ്ട് പേസ്റ്റ് ചെയ്യാനും ചുമ്പേ ചെറിയ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞത് ഡൗൺലോഡ്സിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. SLRPയിൽ നിങ്ങളുടെ ഇത് ഗ്രാഫിക്സ് വഴി ചെയ്യുമ്പോൾ RU യൂണിസാം എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റത്തെ ഫോൾഡറില്ലേ, നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത ഫോൾഡർ, ആ ഫോൾഡറിൻ്റെ പേര് അങ്ങോട്ട് കോപ്പി ചെയ്യുക. പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തതിന് ശേഷം ഈ പേരിനെ കോപ്പി സാം മൊബൈൽ ഗെയിം എന്ന് പറഞ്ഞ ഫോൾഡറിനെ കോപ്പി ചെയ്തതിന് ശേഷം അതിനെ വേണം നമ്മൾ ഇതോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇതിനെ RO ആക്കണം ഗൈസ്. RUവിനെ മാറ്റി RO ആക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ട്യൂട്ടോറിയലിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് മീ ഇൻ ഡിസ്കോഡ്. ഓക്കെ ഗൈസ്.